രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് ധർമ്മടത്തേക്കാണ്. കാരണം ധർമ്മടത്ത് വളരെ കൗതുകം തോന്നുന്നു. കാരണം എന്താണ് പാർട്ടി കോട്ടയിൽ എന്താണ് സംഭവിച്ചത്, കണ്ണൂർ ജില്ലയിൽ ആകെ മൊത്തം എന്താണ് CPM-ന് സംഭവിച്ചതെന്ന് അറിയേണ്ടത്. കണ്ണൂർ മാത്രമല്ല, കൊല്ലവും സമാനമായ സാഹചര്യമുണ്ട്. കൊല്ലത്ത് എന്താണ് സംഭവിക്കുന്നത് CPM-ന്? ഇതുപോലെ ധർമ്മടത്ത് എനിക്ക് തോന്നുന്നു ഇത് 3 റൗണ്ടായി. 2ാം റൗണ്ട്, 3ാം റൗണ്ട്, 4ാം റൗണ്ട്, 3 റൗണ്ടായി അബ്ദുൾ റഷീദ് പിണറായി നിൽക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം. 95 ആയിട്ടുണ്ട്. UDF 95, ഒരു സീറ്റ് ആയിട്ടുണ്ട്. അത് തിരുവല്ലയാണോ നിയമമാണോ പോയത് എന്നുള്ളതാണ് അറിയാത്തത്. എന്തായാലും UDF 95ലേക്ക് എത്തിയിട്ടുണ്ട്. LDF 44, NDA ഒരു സീറ്റിൽ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇതുവരെ ഒരു ഘട്ടത്തിൽ ഒരു സീറ്റിലേക്ക് എത്തിയിരുന്നില്ല. ഈ 5-4 ആദ്യം തുടങ്ങിയത് മുതൽ 4-5 തന്നെ നിൽക്കുകയായിരുന്നു. ഇപ്പൊ വീണ്ടും 1ലേക്ക് കുറഞ്ഞിട്ടുണ്ട്. അത് എവിടെയാണ് എന്നുള്ളതാണ് അറിയേണ്ടത്. തിരുവല്ലയാണെന്ന് തോന്നുന്നു അല്ലെ? എനിക്ക് തിരുവല്ല UDF ആണ്. അപ്പൊ നേമത്താണ് ഇപ്പോഴും NDA BJP സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോഴും ചന്ദ്രശേഖരൻ അഭിമാനത്തോടെ പറയാം, എല്ലാവരും പോരാടി ഒരു പോയിന്റ് എത്തിയപ്പോൾ താൻ മാത്രമാണ് ലീഡ് ചെയ്തതെന്ന് രാജീവ് ചന്ദ്രശേഖരന് പറയാം. എന്തായാലും ആറ്റിങ്ങൽ LDF ലീഡ് ചെയ്യുന്ന OS അംബികയാണ്. അവിടെ LDF-ന്റെ സ്ഥാനാർത്ഥി സിറ്റിംഗ് MLA ആണ്. അവർ തന്നെ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ചടയമംഗലത്ത് MM നസീർ. അതാണ് ഞാൻ പറഞ്ഞത്, കൊല്ലം ജില്ലയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നൊരു ചോദ്യം ബാക്കിയുണ്ട്. കാരണം അവിടെ ആകെ ലീഡ് ചെയ്യുന്നത് KN ബാലഗോപാൽ മാത്രമാണ്. KN ബാലഗോപാലും ഒപ്പം പുനലൂർ സീറ്റിൽ മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. KN ബാലഗോപാൽ ആദ്യം മുതൽ തന്നെ തുടരുന്നുണ്ടായിരുന്നല്ലേ ഒരു ഘട്ടത്തിലും. KB ഗണേഷ് കുമാറിനൊക്കെ വലിയ ആത്മവിശ്വാസമായിരുന്നു. തനിക്കെതിരെ ഉയരുന്ന ഒരു ആരോപണവും ചർച്ചയാകില്ല, അതല്ല താൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ, താൻ മണ്ഡലത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് ചർച്ചയാവുക എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. പക്ഷെ അവിടെ അദ്ദേഹത്തിന് അടിപതറി. തുടക്കം മുതൽ പല ഘട്ടത്തിലും ജ്യോതികുമാർ ചാമക്കാല ലീഡ് ചെയ്തു. ഇപ്പോൾ രമേഷ് പിഷാരടി തന്നെയാണ് ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നത്. കുറച്ച് സമയം മുൻപ് വരെയും ശോഭാ സുരേന്ദ്രൻ മുന്നിൽ നിന്നതാണെങ്കിൽ ഇപ്പോൾ വീണ്ടും രമേഷ് പിഷാരടിയിലൊക്കെ പോയിട്ടുണ്ട്. ഹരിപ്പാട് ഒരനക്കവുമില്ല. രമേശ് ചെന്നിത്തല തന്നെ മറ്റൊരാളുടെയും പേര് അവിടെ. മട്ടന്നൂരിലും പേരാവൂരിലും എനിക്ക് തോന്നുന്നു KK ശൈലജയുടെ ഭൂരിപക്ഷം കുറയുന്നുണ്ട്, ലീഡ് കുറയുന്നുണ്ട്. അവിടെ ഇനിയൊരു തിരിച്ചുവരവ്. കൊച്ചിയിൽ എനിക്കൊന്ന് മുഹമ്മദ് ഷിയാസ് തന്നെ ഉണ്ടായിട്ടുള്ളൂ അല്ലെ? എനിക്ക് തോന്നുന്നു അവിടെ വന്നിരുന്നു. അതെ, ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.